നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 5-ാം ദിവസവും ആക്രമണം നടത്തിയ അമേരിക്ക ഏറ്റവും ഒടുവിൽ ലക്ഷ്യമിട്ടത് പാലങ്ങളും റോഡുകളും ഉൾപ്പെടെയുള്ള റെയിൽവേ പാലങ്ങൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇത് നശിപ്പിക്കുക. ഇത്രയും കാലം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയുമാണ് ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡ് ഗതാഗതങ്ങളെയൊക്കെ തന്നെ അല്ലാതെ മറ്റു ഗതാഗത സംവിധാനങ്ങളൊക്കെ തന്നെ നശിപ്പിച്ച് അവരുടെ ജീവിതം സ്തംഭിപ്പിക്കുക. ഇതാണ് അമേരിക്ക ഇപ്പോൾ എടുക്കുന്ന തന്ത്രം. നേരത്തെ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടിരുന്ന അമേരിക്കയാണ് ഇപ്പോൾ യുദ്ധതന്ത്രം പെട്ടെന്ന് മാറ്റിയിരിക്കുന്നത്. അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ പാലം തകരുകയും വാഹനങ്ങൾ പുഴയിൽ വീഴുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഒരു റെയിൽവേ സ്റ്റേഷനും ആക്രമിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാന് ശക്തമായ കെണിയൊരുക്കാൻ അമേരിക്ക ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് പുതിയ വിവരം. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ ഇരുട്ടിലാകും. മാത്രമല്ല, ആശുപത്രികളും മറ്റും അടിയന്തര സേവനങ്ങളും പ്രതിസന്ധിയിലാകും. ഈ വേളയിൽ ഇറാൻ മറുതന്ത്രം പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്ക ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ യമനിലെ ഹൂത്തികളോട് ഇടപെടാൻ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൂത്തികൾ യുദ്ധത്തിന്റെ ഭാഗമായാൽ ലോകം മൊത്തം ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. ഇറാൻ ഹോർമുസ് പാത അടച്ചതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വന്ന മാറ്റം വളരെ വലുതായിരുന്നു. അതിനേക്കാൾ പ്രതിസന്ധി ഇരട്ടിയാക്കും ഹൂത്തികളുടെ നീക്കം. ഹൂത്തികൾക്ക് ബാബുൽ മന്ദിബ് കടലിടുക്ക് അടയ്ക്കാൻ വേഗത്തിൽ സാധിക്കും. യമനും ജിബൂത്തിക്കും ഇടയിലുള്ള ഇടുങ്ങിയ കടൽപാതയാണിത്. ക്രൂഡ് ഓയിൽ, വാതകം ഉൾപ്പെടെ ലോകത്തെ ചരക്ക് കടത്തിന്റെ വലിയൊരു ഭാഗം ഇതിലൂടെയാണ് പോകുന്നത്. ഈ പാത ഹൂത്തികൾ അടച്ചാൽ പ്രതിസന്ധി ഇരട്ടിയാകും. എന്നാൽ ഇവിടെ സൗദി അമേരിക്ക സഖ്യം സൈനികമായി ഇടപെടാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ഇറാൻ സൈനിക നേതൃത്വം ബാബുൽ മന്ദിബ് അടയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടുള്ളത്. ഹൂത്തികളുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാബുൽ മന്ദിബ് അടയ്ക്കുന്നത് സംബന്ധിച്ച് ഇറാനോ ഹൂത്തികളോ പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ബാബുൽ മന്ദിബ് കടൽപാതയിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്ന് ഹൂത്തി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഹോർമുസ് പാത അടച്ചതോടെ സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് വേണ്ടി പൈപ്പ് ലൈൻ മാർഗം സ്വീകരിക്കുന്നുണ്ട്. ഈ വേളയിലാണ് ഇറാൻ ബാബുൽ മന്ദിബ് കൂടി അടയ്ക്കാൻ പോകുന്നത്. ഇതോടെ പൈപ്പ് ലൈൻ വഴി ചെങ്കടൽ തുറമുഖത്ത് എത്തിക്കുന്ന ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാൻ പ്രയാസത്തിലാകും. ഇറാൻ സൈന്യത്തിന്റെ പ്രതിനിധികൾ യമനിലുണ്ട്. ഇവരുടെ നേതൃത്വത്തിലും നിർദ്ദേശത്തിലുമാകും ഹൂത്തികളുടെ ഇടപെടൽ. കഴിഞ്ഞ ദിവസം ഹൂത്തികൾ സൗദിയിലെ അബഹ വിമാനത്താവളം ആക്രമിച്ചിരുന്നു. അമേരിക്കയുടെ സൈനിക നീക്കത്തിന് തിരിച്ചടിയുമായി ബഹ്റൈനിൽ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. നേരത്തെ അമേരിക്ക ഇറാനിൽ ജനവാസ പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചിരുന്നു. ഇതിന് മറുപടിയായി നടത്തിയ ആക്രമണത്തിൽ 11 വയസ്സുള്ള പെൺകുട്ടിക്കും ഷെല്ലവശിഷ്ടങ്ങൾ വീണ് പരിക്കേറ്റതായി വിവരമുണ്ട്. ബഹ്റൈന് പുറമെ കുവൈറ്റിലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ പാലങ്ങളും മറ്റുമാണ് അമേരിക്ക നിലവിൽ ആക്രമണം നടത്തി തകർക്കുന്നത്. അമേരിക്കയ്ക്ക് നേരെ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ ലൈറ്റ്നിംഗ് എന്ന തങ്ങളുടെ പദ്ധതിയുടെ 11ാം ഘട്ടമാണെന്നും ഇറാൻ വ്യക്തമാക്കി. അറാഷ് ഡ്രോണുകൾ ഉപയോഗിച്ച് ബഹ്റൈനിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലെ മിലിറ്ററി ഹെലികോപ്റ്ററുകൾ, അമേരിക്കയുടെ യുദ്ധാവശ്യത്തിനുള്ള P-8 വിമാനങ്ങൾ എന്നിവയാണ് തകർത്തതെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഇതിന് മറുപടിയായി ഇറാന്റെ തെക്കൻ മേഖലയിലെ വൈദ്യുതി നിലയങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയാണ് അമേരിക്ക തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണത്തെ തങ്ങൾ പ്രതിരോധിച്ചെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിനാണ് മലയാളികൾ ജോലി ചെയ്യുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. കുവൈറ്റിലും ബഹ്റൈനിലും നടന്ന ആക്രമണങ്ങൾ പ്രവാസികൾക്കിടയിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ 1990-ലെ കുവൈറ്റ് യുദ്ധകാലത്തിന് സമാനമായ രീതിയിൽ വലിയൊരു പലായനം വേണ്ടിവരുമോ എന്ന ഭയത്തിലാണ് മലയാളികൾ ജീവിക്കുന്നത്. യുദ്ധം കാരണം ഗൾഫ് മേഖലയിലെ സാമ്പത്തിക വ്യവസ്ഥ ഇതിനകം തന്നെ കടുത്ത പ്രതിസന്ധിയിലാണ്. എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടതും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും കാരണം പല വൻകിട കമ്പനികളും പദ്ധതികൾ നിർത്തിവെക്കുകയും ജീവനക്കാരെ വെട്ടിച്ചുരുക്കുകയും ചെയ്യുകയാണ്. നിർമ്മാണ മേഖല, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രഹരമേൽക്കുന്നത്.
ഇതിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ, കഫറ്റീരിയകൾ, മറ്റു ചെറുകിട ബിസിനസ്സുകൾ എന്നിവ നടത്തുന്ന മലയാളികളും കടുത്ത പ്രതിസന്ധിയിലാണ്. യുദ്ധഭീതി കാരണം കച്ചവടം ഗണ്യമായി കുറഞ്ഞതും ഇവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് പ്രവാസികൾ അയക്കുന്ന പണമാണ്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം 30% വരുന്നത് ഈ പ്രവാസി നിക്ഷേപങ്ങളിൽ നിന്നാണ്. പ്രതിവർഷം 1 ലക്ഷം കോടിയിലധികം രൂപയാണ് പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിലുള്ള മൊത്തം പ്രവാസി നിക്ഷേപം NRI ഡെപ്പോസിറ്റ്സ് 2.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതിന്റെ 80%-ലധികവും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഗൾഫിലെ നിലവിലെ പ്രതിസന്ധി കേരളത്തിലേക്കുള്ള ഈ വിദേശ നാണ്യ വിനിമയത്തെ ഗണ്യമായി കുറയ്ക്കും. ഈ പണമൊഴുക്ക് നിലയ്ക്കുന്നത് കേരളത്തിലെ ബാങ്കിംഗ് മേഖലയെയും റിയൽ എസ്റ്റേറ്റ് മേഖലയെയും വ്യാപാര മേഖലയും വലിയ തകർച്ചയിലേക്ക് നയിക്കും. അതിലും വലിയ വെല്ലുവിളി തൊഴിൽ നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് പ്രവാസികൾ ഒന്നിച്ച് നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. അവരെ പുനരധിവസിപ്പിക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയായി മാറുമെന്ന് മാത്രമല്ല, കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് സമാനതകളില്ലാത്ത വിധം കുതിച്ചുയരാൻ ഇത് കാരണമാവുകയും ചെയ്യും. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളും യുദ്ധ സാഹചര്യവും വ്യോമപാതകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കുന്നതും വിമാനയാത്രാ നിരക്ക് കുത്തനെ ഉയർന്നതും കാരണം നാട്ടിലേക്ക് അടിയന്തരമായി മടങ്ങേണ്ടവർക്ക് പോലും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. കൂടാതെ ആഗോള വിപണിയിൽ എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇത് നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തിൽ അവശ്യ സാധനങ്ങളുടെ വൻ വിലക്കയറ്റത്തിന് വഴിവെക്കും. സംസ്ഥാന സർക്കാരിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാനിന്റെ അഭാവം വലിയൊരു പ്രതിസന്ധി പടിവാതിക്കൽ നിൽക്കുമ്പോഴും ലക്ഷക്കണക്കിന് പ്രവാസികൾ ഒന്നിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും എന്നതിനെക്കുറിച്ച് കേരള സർക്കാരിന് വ്യക്തമായ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ ഇല്ല എന്നത് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുന്നു. മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനായി നോർക്ക ആവിഷ്കരിച്ച നോർക്ക റൂട്ട്സ് പോലെയുള്ള സംരംഭങ്ങൾ നിലവിൽ തന്നെ വലിയ പരിമിതികൾ നേരിടുന്നുണ്ട്. വായ്പകൾ അനുവദിക്കുന്നതിലെ വലിയ കാലതാമസവും ഉയർന്ന തോതിലുള്ള വായ്പാ കുടിശ്ശികകളും കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വലിയ ജനവിഭാഗത്തെ ഒറ്റയടിക്ക് സംരക്ഷിക്കാൻ ഈ സംവിധാനങ്ങൾ പര്യാപ്തമല്ല. കേരള പ്രവാസി ക്ഷേമ ബോർഡിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ടെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുന്നവർക്ക് അനുയോജ്യമായ മറ്റ് ജോലികൾ കണ്ടെത്താനോ സംരംഭകർക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകാനോ ബോർഡിന് നിലവിൽ കൃത്യമായ പദ്ധതികളില്ല. കോവിഡ് കാലത്തും 1990-ലെ കുവൈറ്റ് യുദ്ധകാലത്തും കേരളം സമാനമായ സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇത്തരം അടിയന്തര ഘട്ടങ്ങളെ നേരിടാനുള്ള ഒരു സ്ഥിര പ്രവർത്തന രേഖ സർക്കാരിന്റെ പക്കലില്ല എന്നതും ദൗർഭാഗ്യകരമാണ്. കൂട്ടത്തോടെയുള്ള ഒഴിപ്പിക്കൽ വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായി ആശ്രയിക്കുക എന്നതല്ലാതെ സംസ്ഥാനത്തിന് തനതായ ഒരു അടിയന്തര ഫണ്ടോ ബദൽ സംവിധാനങ്ങളോ ഇപ്പോഴുമില്ല.